ഞാൻ നിങ്ങളുടെ സ്വന്തം സവാളയാണ്. ഈ ചാനലിന് വേണ്ടി കമന്ററി അടിക്കാൻ പോണ ഞാനാണ്. എന്ത് കറി വെക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇത് ചെയ്യണ കണ്ടിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് പറയാൻ കേട്ടോ കൂട്ടുകാരെ. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതെ, അടുക്കിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. എന്റെ ഒരു കൂട്ടുകാരനെ വെട്ടി നുറുക്കി ചെറുതാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇപ്പൊ ചേർത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മായവും ഇല്ലാണ്ട് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് നുറുക്കി വെച്ചേക്കാണ്. അതെ, പുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോ നല്ലോണം അങ്ങോട്ട് ഇനി ഇളക്കം അങ്ങോട്ട് തുടങ്ങും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് കൊത്തി നുറുക്കിയിട്ടുണ്ട്. അവരെ കാണുമ്പോഴേ സങ്കടം വരും. വെഞ്ചി ഏതാ വെളുത്തുള്ളി ഏതാന്ന് അറിയാത്ത രീതിയിൽ അങ്ങോട്ട് വെട്ടി നുറുക്കി ഒരു മയോ ഇല്ലാണ്ട് അങ്ങോട്ട് ആക്കി വെച്ചേക്കാണ്. അവരെ അങ്ങോട്ടേക്ക് ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ പതിവ് പറച്ചിൽ അങ്ങോട്ട് തുടങ്ങും. ഇതിൽ കുറച്ച് മസാല ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങോട്ട് ഇതേ തുടങ്ങും. ഇപ്പൊ തന്നെ അതേ തുടങ്ങിയല്ലോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കും. ഇനിയിപ്പോ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. ഇതാണല്ലോ പുള്ളി എപ്പോഴും പറയുന്നത്. ഇതിന്റെ പച്ചമണം മാറണവരെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊണ്ടിരിക്കണം ഇപ്പൊ അങ്ങോട്ട് പറയും കേട്ടോ. അതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് പറയണാണ്. ഇതിനിപ്പോ കുറച്ച് കാശ്മീരി ചില്ലി വേണമെന്നും പറഞ്ഞാൽ അതും കൂടി അങ്ങോട്ട് ഇടും. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കണ്ട്. എന്ത് കറി വെക്കാൻ പോണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഇതിലേക്ക് കടല ഇട്ട കടലക്കറി, മുട്ട ഇട്ട മുട്ടക്കറി, ഇപ്പൊ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി. എന്താണോ വെക്കാൻ പോകുന്നത് ഒരു പിടുത്തമില്ല. എന്തായാലും പുളി ഇടണ്ടല്ലോ. 2-3 അല്ലി ഉടമ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഇനിയിപ്പോ മീൻകറി ആയിരിക്കും. പക്ഷെ ഉലുവ ഇട്ടിട്ടില്ലല്ലോ, എന്ത് ചെയ്യും? മീൻകറി തന്നെ ആയിരിക്കും മിക്കവാറും വെക്കാൻ പോകുന്നത്. അതേ പുള്ളി ഇതേ വെള്ളമൊക്കെ എടുക്കണ്ട്. വെള്ളം ഒഴിക്കാനുള്ള ഒരു വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ പുള്ളിനെ ഉപ്പ് ചേർക്കാൻ മറന്നൊന്നുമുണ്ട്. ഉപ്പ് ചേർക്കാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്ക്. കറിക്ക് സ്വാദില്ലാന്നും പറഞ്ഞ ഞങ്ങൾക്ക് കുറ്റാവരുതേ. പുള്ളി ഉപ്പ് എടുക്കണ്ട്. ഇപ്പൊ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ കൂട്ടുകാരെ. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് അങ്ങോട്ട് ഇട്ട് ഇനിയിപ്പോ നല്ല ഇളക്കം അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് തുടങ്ങും. ഇളക്കി അങ്ങോട്ട് ഇരുന്നോളേ കുറച്ച്. നല്ലതാണേ, എന്തെങ്കിലും ചിലപ്പോ അടി പിടിച്ചാലേ പണിയാവും. ഇനിയിപ്പോ പുള്ളിയുടെ പതിവ് അനുസരിച്ച് അതിലേക്ക് മിക്കവാറും ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, പച്ചമുളക് എടുത്ത് പച്ചമുളക് അങ്ങനെ ഇടാനുള്ള പരിപാടിയാണെന്നുണ്ട്. ഇല്ല, അതിനെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് നുറുക്കിയിട്ടുണ്ട്. നീളത്തിനങ്ങോട്ട് നുറുക്കിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതെ, പ്ലേറ്റ് എടുത്ത് ഇനിയിപ്പോ അടച്ചു വെക്കാനുള്ള പരിപാടി. അടച്ചു വെച്ചൊന്ന് റെഡിയാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി അങ്ങോട്ട് വിതറി. അപ്പൊ മീൻകറിയാന്ന് ഉറപ്പിക്കാം. ഇത് അടിപൊളി മീൻകറിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പൊ അതെ നല്ലോണം അങ്ങോട്ട് വഴറ്റിട്ട് വീണ്ടും അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട്. വെള്ളം ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട്. ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതെ കുറച്ചും കൂടി അങ്ങോട്ട് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് തിളച്ച് വന്ന ചാറിലേക്ക് ആ മീൻ്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻകറി റെഡിയാവും. എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പറയും കേട്ടാ. ഇതെന്താ ഇത്? മീനല്ലേ? ചേമ്പോ? എന്താ കണ്ടിച്ചേമ്പാണല്ലോ നുറുക്കിയെടുത്തേണേ. അതാണ് പുള്ളി ഇത്രയും നേരം സസ്പെൻസ് ആക്കി വെച്ചേക്കണത്. അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാം കാണിക്കണതാണ്. ഇന്ന് പുള്ളി ചെയ്യുന്ന കറി മീൻകറി സ്റ്റൈലില് നമ്മുടെ പച്ചക്കറി വെക്കുന്നത്. അതിൽ ചേർത്ത് കൊടുത്തേക്കണത് കണ്ടിച്ചേമ്പാണല്ലേ. കായയും ചേനയൊക്കെ ഇട്ട് വെക്കണ ഇതേപോലെയുള്ള മീൻകറികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിച്ചേമ്പ് ഇട്ട് വെക്കുന്ന കറി ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഒരു വെറൈറ്റി കറിയാണ്. അപ്പൊ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞൊന്ന് ലൈക്ക് ഒക്കെ അടിച്ചേക്കട്ടോ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.